ചെറുപ്പത്തിലെ മമ്മിയൊക്കെ എനിക്ക് ഫുഡ് വരുത്തുമ്പോ അമ്മയെ കാണുന്നുണ്ട് ടി വി. ഇപ്പൊ ഞാൻ നാട്ടിൽ വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തടി കൂടിയിട്ടുണ്ട്, എന്നെ പറയരുത് ആരും, എന്നെ കാണുന്ന ആൾക്കാർ ആരും എന്റെ തടി പറയരുത് എന്ന് പറഞ്ഞിട്ടാ ഞാൻ വരാം. കാരണം എനിക്ക് വിഷമാവടാ. പക്ഷെ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. ഉണ്ണിമുഖം തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ പറയുന്ന മല്ലു സിംഗിന്റെ സെറ്റിലാണ്. ഹായ് ഞാൻ ഉണ്ണിമുകുന്ദൻ, അങ്ങനെ. അപ്പൊ ഞാൻ ഹായ് ഞാൻ ഷാരി. പിന്നെ സീനിയറാണ് ഇട്ടുകൊടുക്കണേ. ചില ആൾക്കാർ പറയും ഇങ്ങനെ ഒരുപാട് മുഖം കണ്ട് 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 മടുത്തതിന്റെ ആണോ? ഈ മുഖം കണ്ടാ മടുക്കും. അങ്ങനെ സംഭവിക്കോ? രാഹുൽ എന്തിനാ ഇവിടെ വിളിച്ച് താമസിക്കണം? ഇവിടെ ഉള്ളൊരു ഷാൽ എന്ന് പറയും, അവിടെ ഉള്ളൊരു സോയാന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ദൈവമേ, വീട്ടുപേര് ശാലിന്നാണ്. ഷാലിനാണോ? വേറൊരു ബന്ധം കൂടെ ഉണ്ട്. അതെന്താ? താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതൽ. ഷാലിൻ 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 ഒരു 5 വർഷം ബാക്ക് ടു ബാക്ക് പറഞ്ഞേ. ഷാലിൻ 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 ഷാ, അതാണ് എന്റെ പേര്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പേരുള്ള ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ട്. ഷാലിനല്ല, അലിൻ ഷാ. എന്നെ നല്ല അഭിനയിക്കുന്ന ആളാണെന്ന് പറയുന്നത് സീരിയൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. സിനിമയിൽ തന്നെ എനിക്കറിയില്ല. ഇപ്പൊ മല്ലു സിംഗ് പറയും, മല്ലു സിംഗിൽ എന്ത് തേങ്ങയുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. മല്ലു സിംഗിൽ അനിത്യക്കുട്ടി എന്ന് പറയുന്നത് എന്താണ്, അതിന് ഒന്നുമില്ല. ഒരു പാട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ആരെങ്കിലും പറയുമ്പോ കാണിച്ചു കൊടുക്കാം. അതായത് ചെമ്മല് ഫസ്റ്റ് പാടുന്ന ഞാനെന്ന് പറയാം. അല്ലാണ്ട് അതിനകത്ത് എന്തും മാസ്മരിക പ്രകടനമൊന്നുമില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയരുത്. മലയാളം ഓർ തമിഴ് മീഡിയ? ഓഫ് കോഴ്സ് തമിഴ് മീഡിയ. നമ്മൾ എവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? അവിടെയല്ലേ നമുക്ക് സ്നേഹവും അൻപും മറ്റേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. എന്നെ ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നു. ഇന്ന് ഞാൻ എന്നെ പറ്റി എഗെയിൻസ്റ്റ് ഒരു കുട്ടി വന്നിരുന്നിട്ട് ചീത്ത വിളിക്കുന്ന ഒരു റീല് കണ്ടു രാവിലെ എഴുന്നിട്ട്. ഭയങ്കര വിഷമമായി. ഞാൻ കമന്റ് നോക്കിയപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ പേര് സംസാരിക്കുക. അപ്പൊ എനിക്ക് വേണ്ടി പാരഗ്രാഫ് ഒക്കെ എഴുതുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും പറയോ എനിക്കറിയത്തില്ല ഈ ഇന്റർവ്യൂവിന്റെ താഴെ ആർക്ക് ചീത്ത വിളിക്കാൻ പോണെന്ന്. എന്നെ കുറച്ച് ഡൾ ചെയ്തിട്ടാണ്, സ്കിൻ ടോൺ ഒക്കെ ഡൾ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മാക്സിമം ഡ്രാമാറ്റിക് ആവരുതെന്നുണ്ടായിരുന്നു. എങ്ങനെ അത് ചെയ്തേ?